ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന ഒരു വാക്യം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 37-ാമത്തെ വാക്യം. യേശു അവനോട് നീ പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. യേശു അവനോട് നീ പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ആരാധനയിലൂടെ ദൈവത്തെ മഹത്വീകരിപ്പാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന ഈ വചനത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ശുശ്രൂഷകളെ കുറിച്ച് ഉണരുവാനും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് വേദനിപ്പിക്കുന്നവർക്ക് ആശ്വാസം പകർന്ന് ഒരു അനുഗ്രഹീത അയൽക്കാരന്റെ ശുശ്രൂഷയിലൂടെ ദൈവത്തെ മഹത്വീകരിപ്പാൻ വചനചിന്തയിലൂടെ അവിടുന്ന് ഞങ്ങളെ ആത്മീയമായി പരിപോഷിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം അവിടുത്തേത്, സംസാരിക്കുന്ന അടിയനും അവിടുത്തെ വക, കേൾക്കുന്ന ജനവും അവിടുത്തെ വക. കൃപയുടെ കരങ്ങൾ വഹിച്ചാൽ യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ആരാധനയിലൂടെ സർവശക്തനായ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന പ്രിയ ദൈവജനമേ, ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു ജീവിത അനുഭവത്തിലേക്ക് വഴി നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും ഈ നാളുകളിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ നമുക്ക് നൽകുന്നു. ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ ആരാധിക്കുവാൻ, ഒന്നാമത് ദൈവത്തെയും അവന്റെ രാജ്യത്തെയും അന്വേഷിച്ചുകൊണ്ട് ദൈവാശ്രയത്തോടെ ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നല്ല ചിന്തകൾ നൽകുകയാണ്. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹീതമായ അനുഭവം ഈ ആധുനിക കാലഘട്ടത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് തന്നെയാണ്. ദൈവത്തെ നാം ആരാധിക്കുന്നുവെങ്കിൽ, ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ഈ ലോക ജീവിതയാത്രയിൽ കഷ്ടതകളോ രോഗങ്ങളോ പ്രതികൂലങ്ങളോ കടന്നു വന്നാലും ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ആശ്വസിപ്പിക്കുകയും ദൈവിക അനുഗ്രഹങ്ങളാൽ നമ്മെ വഴി നടത്തുകയും ചെയ്യും. ഇവിടെ നമുക്ക് ദൈവത്തോടുള്ള മനോഭാവം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു അനുഭവമാണ്. അത് ദൈവാശ്രയമുള്ളവരായി ജീവിപ്പാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം അൽമായ ശുശ്രൂഷ എന്നുള്ളതാണ്. അൽമായ ശുശ്രൂഷ. അൽമായ എന്ന മലയാള പദത്തിന്റെ ഇംഗ്ലീഷ് വേർഷൻ ലെയ്റ്റി എന്നുള്ളതാണ്. അപ്പോൾ ലെയ്റ്റി എന്ന പദത്തിന്റെ മലയാളമാണല്ലോ അൽമായ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൽമായ എന്ന് പറയുന്നതിന്റെ അർത്ഥം ദൈവജനം എന്നുള്ളതാണ്. അതായത് സാധാരണ ജനത്തെ കുറിക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ ക്രൈസ്തവ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഇവിടെ അൽമായ അഥവാ ലേറ്റി എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത് വിശ്വാസ സമൂഹത്തെ സൂചിപ്പിക്കുവാനാണ്. അപ്പോൾ നമുക്കിവിടെ സഭയുടെ ശുശ്രൂഷകളിൽ കാണുന്ന രണ്ട് വിഭാഗമാണ്. ഒന്ന് പൗരോഹിത്യവും മറ്റൊന്ന് അൽമായത്വവും. അപ്പോൾ ഈ പൗരോഹിത്യവും അൽമായത്വവും വ്യത്യസ്ത ധ്രുവങ്ങളിലൂടെയല്ല കടന്നു പോകേണ്ടത്. പിന്നെയോ അവ ഒരുമിച്ച് സഭയുടെ ശുശ്രൂഷകളിൽ പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുമ്പോഴാണ് സഭ വിജയകരമായ ശുശ്രൂഷകളിലൂടെ വളർച്ചയുടെ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസ സമൂഹത്തെ മുഴുവനായി പത്രോസ് പറയുന്നത് രാജകീയ പുരോഹിത വർഗം എന്നുള്ളതാണ്. രാജകീയ പുരോഹിത വർഗം എന്ന് പത്രോസിനാൽ പറയപ്പെടുന്ന സഭയിലെ വിശ്വാസ സമൂഹത്തെ
ദൗത്യ നിർവഹണവുമായി ചില തലങ്ങളിൽ വ്യത്യസ്തതയോടെ കാണപ്പെടുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. നേതൃത്വ ശുശ്രൂഷകൾക്ക് എല്ലാവരെയും ദൈവം നിയോഗിക്കുകയാണ് ചെയ്യുന്നത്. വ്യത്യസ്ത ശുശ്രൂഷകളുടെ സമന്വയത്തിന് വേണ്ടി സഭയിലെ ശുശ്രൂഷകരെ ചില വിഭാഗക്കാരായി വേർതിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഒന്നാം ലേഖനം അതിന്റെ 12-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ആത്മായ ശുശ്രൂഷ അഥവാ സാധാരണ ജനത്തിന്റെ ശുശ്രൂഷ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നാം ചിന്തിക്കേണ്ടത് എന്ന് നമ്മുടെ ഈ വേദഭാഗങ്ങളെ അടിസ്ഥാനമാക്കി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇന്നത്തെ പാഠഭാഗങ്ങളിൽ ഏറ്റവും നമുക്ക് സുപരിചിതമായ ഒരു ഭാഗമാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 29 മുതൽ 37 വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഉപമ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഉപമകളിൽ വളരെ കൃത്യവും ഹൃദയസ്പർശിയുമായ ഒരു ഉപമയാണ് നല്ല ശമരിയക്കാരന്റെ ഉപമ. ഇത് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വാർദ്ധക്യത്തിലെത്തിയവർക്ക് വരെ വളരെ സുപരിചിതമായ ഒരു ഉപമയാണ്. ഈ ഉപമയിൽ കൊള്ളയടിപ്പിക്കപ്പെട്ട ഒരു യാത്രികനെ പുരോഹിതനും ലേവ്യനും അവഗണിക്കുമ്പോൾ ഇവിടെ ശുശ്രൂഷയിൽ സന്നദ്ധനായി നല്ലൊരു ശമരിയക്കാരൻ രംഗപ്രവേശം ചെയ്യുകയാണ്. ആ വേദഭാഗം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. ഈ നല്ല ശമരിയക്കാരന്റെ ശുശ്രൂഷ ഒരു ജീവദായക ശുശ്രൂഷയായിരുന്നു എന്ന് ആ ഉപമ മനസ്സിലാക്കുന്ന നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഒരു അനുഭവമാണ്. ഈ ഉപമ യേശു പറയുവാൻ കാരണം ഒരു വ്യക്തി യേശുവിനോട് ചോദിക്കുന്നത് എന്റെ കൂട്ടുകാരൻ ആര് എന്നുള്ളതായ ഒരു ചോദ്യം. ഈ ആധുനിക കാലഘട്ടത്തിൽ സ്നേഹിതന്മാർ ഒട്ടനവധി നമുക്കുണ്ട്. എന്നാൽ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന, കൂടെ നിൽക്കുന്ന, നമ്മെ വഹിക്കുന്ന, നമ്മെ സഹായിക്കുന്ന ശുശ്രൂഷകർ അഥവാ സ്നേഹിതർ നമുക്കുണ്ടോ എന്നൊരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇവിടെ യേശു തന്റെ മുമ്പിൽ വന്ന ന്യായശാസ്ത്രിയോട് പറയുന്ന എന്റെ കൂട്ടുകാരൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഈ നല്ല ശമരിയക്കാരന്റെ ഉപമ. യേശു അവനോട് പറയുന്നത് നീ പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ളതായ ഒരു അനുഭവമാണ്. പ്രിയമുള്ളവരെ, ആത്മായ ശുശ്രൂഷ നാം എന്താണ് ചെയ്യേണ്ടത്, നാം എന്താണ് ചെയ്യേണ്ടാത്തത് എന്ന് നമ്മെ ബോധിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അതായത് ദൈവജനം എന്ത് ചെയ്യണം, ദൈവജനം എന്ത് ചെയ്തുകൂടാ എന്നുള്ളതിനെ കുറിച്ചുള്ള നല്ല ചിന്തകൾ നാം ഈ നാടുകളിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ദൈവജനം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്യേണ്ട കാര്യങ്ങളെ അവഗണിക്കുന്നു. ഇത് സഭയ്ക്ക് മൂല്യച്യുതി വരുത്തി വയ്ക്കുന്നു. നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നാം പിന്തള്ളപ്പെടുന്നു. നമ്മുടെ ജീവിതങ്ങൾ അരക്ഷിതത്വത്തിലും നിരാശയിലും കണ്ണുനീരിന്റെ അനുഭവങ്ങളിലും എത്തിനിൽക്കുന്നു. ഇവിടെ നല്ല ശമരിയക്കാരന്റെ സേവന സന്നദ്ധമായ ഈ ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിൽ ഒരു ആത്മാവിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന ഭാഗത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഒന്നാമത്തെ ചിന്ത, ആത്മായ ശുശ്രൂഷ ഇടപെടലുകളുടെ ശുശ്രൂഷയാണ്. വളരെയധികം മനസ്സിലാക്കേണ്ടതായ ഒരു ഭാഗം. ആത്മായ ശുശ്രൂഷ അഥവാ ദൈവജനത്തിന്റെ ശുശ്രൂഷ ഇടപെടലുകളുടെ ശുശ്രൂഷയാണ്. ശരിയായ സമയത്തിൽ ശരിയായ രീതിയിൽ പ്രതിസന്ധിയിൽ ഇടപെടുക എന്നുള്ളത് ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിപ്രാധാന്യം അർഹിക്കുന്ന ഒരു അനുഭവമാണ്. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ അത് തക്ക സമയത്ത് ഒഴിഞ്ഞു മാറുന്ന സ്നേഹിതരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്.
ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഇടപെടുക എന്നുള്ളതാണ് ഒരു ദൈവ വിശ്വാസിയുടെ അഥവാ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആത്മാവിന്റെ ശുശ്രൂഷ എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ കൊള്ളയടിക്കപ്പെട്ട് അർത്ഥപ്രാണനായി കിടക്കുന്ന ഒരു യഹൂദനെ പാരമ്പര്യങ്ങളുടെ വ്യത്യാസമോ ജാതീയമായ വ്യത്യാസങ്ങളോ ഒന്നും പരിഗണിക്കാതെ സഹായിക്കുവാൻ ഇത് നല്ല സമയക്കാരൻ സന്നദ്ധത കാണിക്കുകയാണ്. അപ്പോൾ ഇടപെടേണ്ട സമയത്ത് നാം ഇടപെടുക എന്നുള്ളത് ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ ഉത്തരവാദിത്വമാണ്. പലപ്പോഴും നമുക്ക് അതിലൊരല്പ സ്ട്രെയിൻ ഉണ്ടാകും എന്ന് നാം മനസ്സിലാക്കുകയും ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്ന അനുഭവങ്ങളാണ് ക്രൈസ്തവ സഭയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കർത്താവായ യേശു പറഞ്ഞ ഈ ഉപമയിലും അതെ ഈ പുരോഹിതനും ലേവ്യനും അത് തന്നെയാണ് ചെയ്തത്. ഇവിടെ ഉത്തരവാദിത്വപ്പെട്ട പുരോഹിതൻ ഉത്തരവാദിത്വപ്പെട്ട ലേവ്യൻ വഴിമാറി പോകുന്ന അനുഭവങ്ങൾ ഇത് പലപ്പോഴും ക്രൈസ്തവ സഭയും വഴിമാറി സഞ്ചരിക്കുന്ന ഒരു യാത്രാപഥത്തിലായിരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിക്കുകയാണ്. പ്രിയമുള്ളവരെ, ക്രൈസ്തവ സഭയിൽ അഭിമാനിക്കുന്ന ക്രൈസ്തവ വിശ്വാസികൾ ഒഴിഞ്ഞു മാറി പോവുകയോ വഴിമാറി സഞ്ചരിക്കുകയോ ചെയ്യുമ്പോൾ പലവിധമാകുന്ന ഇടപെടലുകൾ ഇവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ആധുനിക കാലഘട്ടത്തിൽ സഭയുടെ ഇടപെടലുകൾ വളരെ ശക്തമായ ശുശ്രൂഷകളായി പ്രാവർത്തികമാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നല്ല ശമരിയക്കാരൻ സന്നദ്ധനായി അതെ ഒഴിഞ്ഞു മാറി പോകാതെ തന്റെ മുൻപിൽ സഹായം അർഹമായി കിടക്കുന്നതായ ഒരു വ്യക്തിയെ സഹായിക്കുവാനായിട്ട് മുന്നോട്ട് വരുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഈ നല്ല ശമരിയക്കാരന് ഒഴിഞ്ഞു മാറുവാനും വഴിമാറി പോകുവാനും തന്റെ യാത്രയുടെ ലക്ഷ്യം ഓർമ്മിച്ചുകൊണ്ട് ഈ വ്യക്തിയെ ഈ അർത്ഥപ്രാണനായി കിടക്കുന്ന വ്യക്തിയെ അവഗണിക്കുവാനായിട്ട് കഴിയുമായിരുന്നു. എന്നാൽ അവൻ ഇടപെടേണ്ട സമയത്ത് തക്ക സമയത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു സഭയുടെ ദൗത്യത്തിന്റെ പ്രതിനിധിയാണ്. അങ്ങനെ ശമരിയക്കാരന്റെ ശുശ്രൂഷ തലങ്ങൾ നാം വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ സഭയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് സഭയുടെ ദൗത്യം പൂർണ്ണമാകുന്നത്. ലേവ്യനും പുരോഹിതനും അവഗണിക്കുകയോ വഴിമാറി പോവുകയോ ഒഴിഞ്ഞു പോവുകയോ ചെയ്ത സാഹചര്യത്തിൽ ഇവിടെ ശമരിയക്കാരൻ തന്റെ സമയബന്ധിതമായ ഇടപെടലുകളിലൂടെ അർത്ഥപ്രാണനായി കിടന്ന ഒരു വ്യക്തിക്ക് ജീവദായകമായ ശുശ്രൂഷ നിർവഹിച്ചതുപോലെ ഈ ആധുനിക കാലഘട്ടത്തിൽ അർത്ഥപ്രാണനായി കിടക്കുന്ന ജീവിതാനുഭവങ്ങളിലൂടെ ജീവിതം മുമ്പോട്ട് നയിക്കുന്ന സഭയിലെ വിശ്വാസികൾ, സമൂഹത്തിലെ വ്യക്തിത്വങ്ങൾ, അവരുടെ മുമ്പിൽ നാം ചെയ്യേണ്ടതായ ശുശ്രൂഷകൾ എന്തൊക്കെയാണ്? ഇവിടെ ഈ നല്ല ശമരിയക്കാരൻ അവൻ ഒഴിഞ്ഞു മാറി പോകാതെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാനായി സന്നദ്ധനായി ഇറങ്ങിയപ്പോൾ അവന്റെ ശുശ്രൂഷയിലൂടെ ആവിർഭവിച്ചതായ ചില ശുശ്രൂഷ തലങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് അവന്റെ ശുശ്രൂഷ ആർദ്രതയുടെ ഒരു ശുശ്രൂഷയായിരുന്നു. അതായത് മനസ്സലിവുള്ള ശുശ്രൂഷ. പ്രിയമുള്ളവരെ, ഇന്ന് ക്രൈസ്തവ സഭയ്ക്ക് നഷ്ടം വന്നിരിക്കുന്ന ഒരു അനുഭവമാണ് ഈ ആർദ്രതയുടെ മനസ്സലിവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഈ ശമരിയക്കാരന്റെ ആർദ്രതയുള്ള മനസ്സ് അവനെ വഴിമാറി പോകുവാനോ ഒഴിഞ്ഞു മാറി പോകുവാനോ അവനെ ചിന്തിപ്പിച്ചില്ല. അതെ, ഇവിടെ അവശനായി കിടന്ന വ്യക്തി അടുക്കലേക്ക് കടന്നു വരുവാനുള്ള തന്റെ ഇടപെടലുകളിലേക്ക് അവനെ നയിക്കുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. രണ്ടാമത് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഒരു ആശ്വാസത്തിന്റെ ശുശ്രൂഷ ഈ ശമരിയക്കാരനിലൂടെ ഈ അർത്ഥപ്രാണനായി കിടക്കുന്ന വ്യക്തിക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ നമ്മെ കൊണ്ട് എന്തൊക്കെ ചെയ്യുവാനായിട്ട് കഴിയും? ചിലപ്പോഴൊക്കെ നമ്മുടെ നല്ല വാക്കുകൾ, ചിലപ്പോഴൊക്കെ നമ്മുടെ നല്ല പ്രവൃത്തികൾ, നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ
തന്നെയാണ് ആത്മായ ശുശ്രൂഷ എന്ന് പറയുന്നത്. മൂന്നാമത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് മുറിവുകൾ സൗഖ്യമാക്കുന്ന ശുശ്രൂഷയാണ്. ആത്മായ ശുശ്രൂഷയിലൂടെ ഇന്ന് നമുക്ക് നിർവഹിക്കുവാനായിട്ട് കഴിയുന്ന ഏറ്റവും നല്ല ഒരു ശുശ്രൂഷയാണ് മുറിവുകൾക്ക് സൗഖ്യം പകരുക. ഇന്ന് പലപ്പോഴും മുറിവുണ്ടാക്കുന്ന ശുശ്രൂഷകളിലൂടെയാണോ നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുക. നാലാമത് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ചുമലിൽ വഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ സഭയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. വഹിക്കുക അഥവാ ചുമക്കുക, കഷ്ടപ്പെടുന്നവരെ തോളിലേക്ക് വഹിക്കുന്ന, അവൻ ആശ്വാസം പകരുന്ന ഒരു ആർദ്രതയുടെ ശുശ്രൂഷയാണ്. മാത്രവുമല്ല, അതിന്റെ അഞ്ചാമത്തെ അനുഭവം പുനരധിവസിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. പ്രിയമുള്ളവരെ, ഇത് നമുക്ക് ചുറ്റും കാണുന്ന അർത്ഥപ്രാണനായി കിടക്കുന്ന അനേകരെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. അവരെ പുനരധിവസിപ്പിക്കുന്ന ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് കഷ്ടപ്പെടുന്നവരെ അവഗണിക്കാതെ അവർക്ക് തക്ക സമയത്ത് ഇടപെടലുകൾ നടത്തുന്നതായ ഒരു അനുഭവം. അത് തന്നെയാണ് ആറാമത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഒരു രക്ഷാകരമായ ശുശ്രൂഷ എന്ന് പറയുന്നത്. അത് നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നും രക്ഷാകര പദ്ധതിയിലേക്ക് ദൈവജനത്തെ മടക്കിക്കൊണ്ടുവരുന്ന ഒരു അനുഭവം. ഏഴാമത് ശമര്യക്കാരൻ കാണിച്ച മാതൃക എന്ന് പറയുന്നത് നൽകലിന്റെ ഒരു അനുഭവമാണ്. ഇത് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ നൽകുവാൻ ഉൾപ്രേരണകൾ നമ്മുടെ മനസ്സുകളിലുണ്ട്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയാണ്. എന്നാൽ പലപ്പോഴും നൽകുവാൻ കഴിയാതെ കൈ മുറുകെ പിടിക്കുന്ന അനുഭവങ്ങൾ, ഒന്നുകിൽ ആ പുരോഹിതനെയോ അല്ലെങ്കിൽ ആ ലേഖനെയോ നമുക്ക് ഇതിന്റെ പ്രതീകങ്ങളായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ശമര്യക്കാരൻ തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതിനെ അർത്ഥപ്രാണനായി കിടന്ന ഈ വ്യക്തിക്ക് നൽകുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഒന്നാമത് അവന്റെ ചുമലിൽ വഹിക്കുന്നു. രണ്ടാമത് അവനുള്ളതിനെ, അത് വീഞ്ഞും എണ്ണയും അവന്റെ മുറിവുകൾക്ക് ആശ്വാസം പകരുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു. മൂന്നാമതായിട്ട് അവന്റെ യാത്രയ്ക്കുള്ള വാഹനത്തെ ഈ അർത്ഥപ്രാണനായി കിടന്ന മകന് വേണ്ടി നൽകുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു നൽകലിന്റെ ശുശ്രൂഷയാണ് ആത്മായ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും വളരെ വേദനയോടുകൂടെ പറയുവാനായിട്ട് കഴിയുന്നത് നമ്മുടെ സഭയിൽ ഈ നൽകുവാനുള്ള മനോഭാവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന ഒരു നല്ല ആത്മായൻ തനിക്കുള്ളതിനെ പങ്കിടുവാനും നൽകുവാനുമുള്ള ഒരു മനോഭാവം കാണിക്കേണ്ടതായിട്ടുണ്ട്. അത് സഭയുടെ ശുശ്രൂഷകളിലായാലും കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയായാലും നൽകുവാനുള്ള ഒരു മനസ്സ് നല്ല ഒരു ആത്മാവിന്റെ മനസ്സാണ്. പലപ്പോഴും നമുക്കുണ്ടെങ്കിലും നാം അതിന് നേരെ കണ്ണടച്ച് ഇരുട്ടാക്കി അതിനെ നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുന്ന അനുഭവങ്ങൾ ഈ നാളുകളിൽ പലരിലൂടെയും എനിക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതിനെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നാം പ്രയോജനപ്പെടുത്തുമ്പോൾ നാം ഒരു ആത്മാവിന്റെ കടമ നിർവഹിക്കുന്നു എന്നുള്ളത് വിസ്മരിച്ചുകൂടാ. ഇവിടെ എട്ടാമത് കാണുന്നത് ഒരു ദാർശനിക മനോഭാവമാണ്. ഇന്ന് പലപ്പോഴും സ്വയത്തിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാം എനിക്ക് എന്നുള്ള മനോഭാവത്തോടെയാണ് നാം വളരുന്നതും നമ്മുടെ മക്കളെ വളർത്തുന്നതും. മറ്റുള്ളവർക്ക് നൽകണമെന്നുള്ള ഒരു ദാർശനിക ഭാവം ഈ നല്ല ശമര്യക്കാരൻ നമ്മുടെ മുമ്പിൽ വരികയാണ്. അത് ഈ ഒരു ദാർശനിക ഭാവം ഏറ്റെടുക്കുവാൻ ആത്മാവിന് കഴിവുണ്ടായിരിക്കണം, അതിനുള്ള മനസ്സുണ്ടായിരിക്കണം. അവസാനമായി അതിന്റെ ഒമ്പതാമത്തെ ചിന്ത ഒരു സൗഹൃദത്തിന്റെ അനുഭവം. അത് അവഗണിക്കുവാൻ വേണമെങ്കിൽ കഴിയും, ഇടപെടാതെ ഒഴിഞ്ഞു പോകുവാനും കഴിയും. തന്നെ പോലെയുള്ള ഒരു സമസൃഷ്ടമാണ് ഇവിടെ അർത്ഥപ്രാണനായി കിടക്കുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ അവനുമായി ഒരു സൗഹൃദം പങ്കിടുന്ന ആർദ്രതയുടെ അനുഭവത്തിലേക്ക് നമ്മുടെ നല്ല ശമര്യക്കാരൻ ഇവിടെ എത്തുകയാണ്. ഒരു പക്ഷേ ഈ നല്ല ശമര്യക്കാരൻ ഒഴിഞ്ഞു മാറിപ്പോയിരുന്നുവെങ്കിൽ ഇവിടെ സംഭവിച്ചേക്കാവുന്ന അതിദാരുണമായ മരണകരമായ ഒരു അനുഭവം. പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹവും ഇങ്ങനെ തന്നെയാണ്. സമൂഹത്തിൽ സഭയുടെ ആത്മായ ശുശ്രൂഷ അത് അതിന്റെ അർത്ഥവത്തായി നിർവഹിക്കുന്നു.
ശുശ്രൂഷ നമുക്ക് നിർവഹിക്കുവാനായിട്ട് കഴിയും. അത് തന്നെയാണ് അൽമായ ശുശ്രൂഷ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ ചിന്ത, അൽമായ ശുശ്രൂഷ മുറുകു കെട്ടുന്ന ശുശ്രൂഷയാണ്. ഈ കഥയിലെ കഥാപാത്രങ്ങളായ കൊള്ളക്കാർ, വഴിയാത്രകൻ, പുരോഹിതൻ, ലേവ്യൻ, നല്ല സമയക്കാരൻ, സത്രമുടമ, ഇങ്ങനെ കാണുന്നതായ കഥാപാത്രങ്ങൾ ജീവിതത്തിന്റെ ഓരോ മുഖങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞു പോകരുത്. ഇവിടെ കൊള്ളക്കാരുണ്ട്, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവർ. അത് വഴിയാത്രക്കാരൻ, വേദന കൊണ്ട് മുറിവേറ്റവനായി കിടക്കുന്നവൻ. പുരോഹിതനും ലേവ്യനും ഒഴിഞ്ഞു മാറി പോകുന്നവർ. സമയക്കാരൻ അൽമായ ശുശ്രൂഷ നിർവഹിക്കുന്നവൻ. സത്രമുടമ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളും നിർവഹിക്കുന്നവൻ. ഇങ്ങനെയുള്ള ജീവിതത്തിന്റെ വിവിധ മുഖങ്ങളെയാണ് ഇവർ ഇങ്ങനെ പ്രതിനിധാനം ചെയ്യുന്നത്. 4 തരം ആൾക്കാർ, 4 തരം ഭാഗധേയങ്ങൾ അവർ സമൂഹത്തിൽ നിർവഹിക്കപ്പെടുന്നു. ഒന്നാമത്, മുറിപ്പെടുത്തുന്നവരെയാണ് നമുക്ക് ഇവിടെ കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത്. അത് ഈ കൊള്ളക്കാർ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ജീവിത അനുഭവങ്ങളുടെ പ്രതിനിധികളാണ്. ഇത് പലപ്പോഴും ഞാനും നിങ്ങളും അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരാണ്. പ്രിയമുള്ളവരെ, നാം ബോധപൂർവ്വം ഒന്ന് ശ്രമിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന ഒരു അൽമായ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയും. ചിലരുണ്ട് എപ്പോൾ വായി തുറന്നാലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാനും വേദനിപ്പിക്കുവാനുമായി മാത്രം വായി തുറക്കുന്നവർ. അവരെ നമുക്ക് ഈ കൊള്ളക്കാരുടെ പ്രതിനിധികളായി കണക്കാക്കാം. പലപ്പോഴും നമ്മുടെ മനസ്സുകളിൽ ഇരിക്കുന്ന ചില വേദനിപ്പിക്കുന്ന ചിന്തകൾ വെച്ച് മറ്റുള്ളവരെ നാം വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാറുണ്ട്. അവരും കൊള്ളക്കാരുടെ പ്രതിനിധികൾ തന്നെയാണ്. ചിലരുടെ പ്രവൃത്തികൾ മറ്റുള്ളവരെ വല്ലാതെ വേദനിപ്പിക്കുന്നു, ശാരീരികമായി പീഡിപ്പിക്കുന്നു, അർത്ഥപ്രാണരാക്കുന്നു. ചിലപ്പോഴൊക്കെ വളരെ വേദനാജനകമായ അനുഭവങ്ങൾ പകർന്നു നൽകുന്നവർ. ഇവരെല്ലാം അത് ഈ മുറിപ്പെടുത്തുന്നവർ അഥവാ കൊള്ളക്കാരുടെ പ്രതിനിധികളാണ്. രണ്ടാമത്, മുറിവേൽക്കുന്ന ഒരു വിഭാഗം ഇന്ന് സമൂഹത്തിലുണ്ട്. അത് ഇവിടെ മുറിവേറ്റ് അർത്ഥപ്രാണനായി കിടക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന ജനത്തിന്റെ പ്രതിനിധി. ഇന്ന് പലപ്പോഴും ഈ ആധുനിക സമൂഹത്തിൽ പരസ്പരം മത്സരാധിഷ്ഠിതമായ ഒരു ഓട്ടത്തിൽ മുറിവേറ്റ് വീഴുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. വീട് കിടക്കുന്നവർക്ക് എഴുന്നേൽക്കുവാൻ കഴിയുന്നില്ല, അവരെ സഹായിക്കുവാൻ ഇടപെടുവാൻ ആരുമില്ല. ഇന്നത്തെ രാഷ്ട്രീയവും ഇന്നത്തെ മതങ്ങളും അതെ അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി ന്യായങ്ങൾ വാദിക്കുമ്പോൾ വീട് കിടക്കുന്നവൻ ചവിട്ടി അരയ്ക്കപ്പെടുന്നു, അവന്റെ ജീവൻ നാശോന്മുഖമായ അനുഭവങ്ങളിലേക്ക് നിൽക്കുന്നു. ഇങ്ങനെ മുറിവേൽക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു ആധുനിക കാലഘട്ടം. ഇതും അതെ ഇവിടെ മുറിവേറ്റ് കിടക്കുന്നവരുടെ ഒരു മുഖത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. മൂന്നാമത്, ഒഴിഞ്ഞു മാറുന്നവരെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഒരു പക്ഷേ നമ്മിൽ ഭൂരിഭാഗം പേരും അപ്രകാരമുള്ളവരാണ്. ഒഴിഞ്ഞു മാറുന്നവർ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ മറ്റെങ്കിലും ആകട്ടെ അല്ലെങ്കിൽ ഇനി ആരെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു മാറുന്ന അനുഭവങ്ങൾ. പ്രിയമുള്ളവരെ, നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ഇവിടെ ഈ പുരോഹിതൻ ഒഴിഞ്ഞു മാറിയതുപോലെ, ഈ ലേവ്യൻ ഒഴിഞ്ഞു മാറിയതുപോലെ, മുറിവേറ്റവനെ അവഗണിച്ചതുപോലെ ഇടപെടലുകൾ നടത്തുവാൻ മടിച്ചു നിൽക്കുന്ന ഒരു സഭാ സമൂഹം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ സംഖ്യ നമ്മുടെ സഭയിൽ ഇന്ന് ശക്തി പ്രാപിക്കുന്നു. ഇവിടെ ഇടപെടേണ്ട സമയത്ത് ഇടപെടുവാനാണ് ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നത്. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യേണ്ടതല്ല. ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം. ആ ഒരു മനോഭാവത്തോടുകൂടെ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുവാനായി നിയോഗിക്കപ്പെട്ടവരാണ്. ഇന്ന് പലപ്പോഴും സഭയിൽ ഒഴിഞ്ഞു മാറുന്ന വ്യക്തിത്വങ്ങൾ ഒട്ടനവധിയായി ശക്തി പ്രാപിച്ചു വരുന്നു. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ, ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യം, ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന സമ്പത്ത്, ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന തൊഴിലുകൾ, ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ഉപജീവന മാർഗങ്ങൾ, ഇത് നിനക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഈ സമയക്കാരനെ പോലെ ഇടപെടേണ്ട
ചെയ്താൽ അതിനെ വിമർശിക്കുന്നവർക്ക് എണ്ണം വർദ്ധിച്ചു വരികയാണ്. അതേ സഭയിൽ വീട് കിടക്കുന്നവരെ ഒന്ന് സഹായിക്കുവാൻ, എന്തെങ്കിലും ചെയ്യുവാനായിട്ട് കഴിയുമെങ്കിൽ അത് ചെയ്യുവാൻ ഒരു പ്രേരണ വരുമ്പോൾ അതിനെ വിമർശിക്കുന്ന, അതിനെ കുറ്റം പറയുന്നവരുടെ എണ്ണവും അതിൽ 4 പേരിൽ ഉൾപ്പെടാത്തതായ ഒരു ചിന്തയാണ് ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ പ്രിയമുള്ളവരെ, യഥാർത്ഥ ഒരു അൽമായയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് മുറിവ് കെട്ടുന്ന, ആശ്വസിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അത് നമ്മുടെ ഇടവകയിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഈ മുറിവ് കെട്ടുന്ന, ആശ്വസിപ്പിക്കുന്ന നല്ല സമയക്കാരന്റെ അൽമായ ശുശ്രൂഷയിലേക്ക് നാം കടന്നു വരേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ ചിന്ത, അൽമായ ശുശ്രൂഷ അയൽബോധ്യം നൽകുന്ന ശുശ്രൂഷയാണ്. ഇവിടെ യേശുവിനോട് ഈ ന്യായശാസ്ത്രം ചോദിക്കുന്നത് എന്റെ കൂട്ടുകാരൻ, എന്റെ അയൽക്കാരൻ ആര് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇതേ ചോദ്യം നാമും പല ആവർത്തി ചോദിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മെ കുറിച്ച് മറ്റുള്ളവരും ഇതേ ചോദ്യം ആവർത്തിച്ചിട്ടുണ്ട്. ഒരു മതബഹുല സമൂഹത്തിൽ നല്ല അയൽക്കാരനായി ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ സമൂഹം ഒരു മതബഹുല സമൂഹമാണ്. ഒരു മതബഹുല സമൂഹത്തിൽ ക്രൈസ്തവ സാക്ഷ്യം ഉയർത്തി കാണിക്കുക എന്നുള്ളത് ഒരു അൽമായന്റെ ശുശ്രൂഷയാണ്. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ഓണകാലഘട്ടം എനിക്ക് വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. ഈ ദേശത്തുള്ള ഒരു ഹൈന്ദവ സഹോദരൻ എന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. ഞങ്ങളുടെ കുടുംബമായി ഓണസദ്യക്ക് വേണ്ടി ക്ഷണിച്ചു. ഞാൻ അത് വളരെ വലിയ ഒരു അനുഭവമായി കണ്ടു. എന്റെ മക്കളൊന്നും ഭവനത്തിലില്ലായിരുന്നു. അവരെല്ലാം ഞാൻ വിളിച്ചു വരുത്തി ഞങ്ങൾ ഒരുമിച്ച് ആ ഭവനത്തിലേക്ക് കടന്നുപോയി. എന്നെ ചിന്തിപ്പിച്ച ഒരു അനുഭവം. ആ ഭവനത്തിൽ അദ്ദേഹത്തിന്റെ 2 മക്കൾ കുടുംബസ്ഥരായി വിദൂരതകളിൽ താമസിക്കുന്നവരാണ്. ആ 2 മക്കളെയും അദ്ദേഹം കുടുംബമായി വിളിച്ചു വരുത്തി. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെ ഞങ്ങളെ സ്വീകരിച്ചു. ഞങ്ങൾ ആ ഭവനത്തിലേക്ക് കടന്നുപോയി ഏകദേശം 1-2 മണിക്കൂർ അവരോടൊപ്പം ചിലവഴിച്ചു. വളരെ സമൃദ്ധമായ, രുചികരമായ ഓണസദ്യ ഒരുമിച്ച് പങ്കുവച്ചു. അവിടെ എനിക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നത് ഈ ഒരു അൽമായ ശുശ്രൂഷയാണ്. അതെ, ഇതിന്റെ അയൽക്കാരനാല്, അതെ, ഒരു അയൽക്കാരന്റെ ശുശ്രൂഷ നാം നമ്മുടെ സമൂഹത്തിൽ നിർവഹിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. നാം ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് തല ഉയർത്തിപ്പിടിച്ച് നടക്കുമ്പോൾ, ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് എന്റെ അയൽക്കാരന് എന്നെ കൊണ്ടുള്ള മനോഭാവം ഏതാണ്? ഇന്ന് പലപ്പോഴും അയൽക്കാരൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം നമുക്ക് അറിഞ്ഞില്ല. അയൽക്കാരൻ എന്ന പദത്തിന്റെ ഇംഗ്ലീഷിൽ പറയുന്നത് നെയ്ബർ എന്നുള്ളതാണ്. അപ്പോൾ ഈ നെയ്ബർ എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാഖ്യാനം ഇപ്രകാരമാണ്: ടു ബി നിയർ, അതായത് സമീപസ്ഥരാകുക എന്നുള്ളതാണ്. അപ്പോൾ എന്റെ അയൽക്കാരൻ ആര് എന്ന ന്യായശാസ്ത്രിയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് നല്ല ശമരിയക്കാരന്റെ കഥ യേശു അവതരിപ്പിക്കുന്നത്. അപ്പോൾ നല്ല ഒരു അയൽക്കാരൻ എന്ന് പറയുന്നത് സമീപസ്ഥനായ അയൽക്കാരനാണ്. അപ്പോൾ നാം മറ്റുള്ളവർക്ക് സമീപസ്ഥരാകുക. ഒരു അൽമായൻ അഥവാ ഒരു ദൈവ പൈതൽ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോട് അകന്ന് ജീവിക്കേണ്ടവനല്ല, ഒഴിഞ്ഞു മാറേണ്ടവനുമല്ല, മറ്റുള്ളവരോട് അടുത്തു വരുന്ന സമീപസ്ഥരാകുന്ന ഒരു ശുശ്രൂഷ. അതേ പ്രിയമുള്ളവരെ, ഞാൻ എന്റെ മാതാപിതാക്കൾക്ക് സമീപസ്ഥനാണോ അകന്നിരിക്കുന്നവനാണോ? ഞാൻ എന്റെ അയൽക്കാരന് സമീപസ്ഥനാണോ അകന്നിരിക്കുന്നവനാണോ? ഞാൻ എന്റെ ജീവിത പങ്കാളിയോട് അകന്നിരിക്കുന്ന മനോഭാവത്തിലാണോ എപ്പോഴും സാമീപ്യം അരുളുന്ന മനോഭാവമാണോ? ഞാൻ എന്റെ സഹോദരങ്ങളുമായി സമീപസ്ഥനാണോ അകൽച്ചയിലാണോ? ഞാൻ എന്റെ മക്കളുമായി സമീപസ്ഥനായിരിക്കുന്നുവോ അകന്നിരിക്കുന്നുവോ? ഇവിടെ മുറിവേറ്റ് കിടക്കുന്ന അയൽക്കാരുണ്ട്, മുറിവേറ്റ് കിടക്കുന്ന മാതാപിതാക്കളുണ്ട്, മുറിവേറ്റ് കിടക്കുന്ന ജീവിത പങ്കാളിയുണ്ട്, മുറിവേറ്റ് കിടക്കുന്ന സഹോദരങ്ങളുണ്ട്, മുറിവേറ്റ് കിടക്കുന്ന മക്കളുണ്ട്. ഇവർക്ക് നാം അകന്നിരിക്കുന്നവരാണോ? ഇവരെ നാം അവഗണിക്കുന്നവരാണോ? ഇവരെ ഒഴിഞ്ഞു മാറിയാണോ നാം ജീവിക്കുന്നത്? എങ്കിൽ നമ്മുടെ അൽമായത്വ ശുശ്രൂഷ എപ്രകാരമായിരിക്കും? ഇവർക്ക് നാം സമീപസ്ഥനാകണം. അതെ,
ചെയ്യാനും അൽമായ ശുശ്രൂഷ. എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ സത്രത്തിലെത്തിച്ച് രക്ഷ ചെയ്യുന്ന ശുശ്രൂഷ. ഒരു അൽമായൻ തന്റെ ശുശ്രൂഷ നിർവഹിക്കപ്പെടുമ്പോൾ ഈ ചെറിയവരിൽ ഒരുവൻ നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്നുള്ളതായ അവരനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം മുറിവേറ്റവനെ പോലെ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവനെ പോലെ വീട് കിടന്നതായ അനേക സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അവിടെ നമ്മെ കണ്ടിട്ട് കാണാതെ പോയവർ, ഒഴിഞ്ഞു മാറിപ്പോയവർ, നമ്മെ അവഗണിച്ചവരുണ്ട്. അവിടെ നമ്മുടെ അടുക്കളയിലേക്ക് കടന്നു വന്ന് സമീപസ്ഥനായി എണ്ണയും വീഞ്ഞും പകർന്ന് ആശ്വസിപ്പിക്കുന്ന വാക്കുകളാൽ സഹായിക്കുന്ന കരങ്ങളുമായി നമ്മെ സമീപിച്ചതായ നല്ല അൽമായനായിരിക്കുന്ന ശബരിയക്കാരുണ്ട് എന്ന കാര്യം പറഞ്ഞുപോകും. അപ്പോൾ നാം ഇതിൽ ഏത് കൂട്ടരാണ്? നല്ല ശബരിയക്കാരന്റെ സമീപത്തിലേക്ക് കടന്നു വരുന്ന ഒരു ശുശ്രൂഷ പങ്കാളികളായി തീരുന്നുവോ, അഥവാ ഒഴിഞ്ഞു മാറി പോകുന്ന മറ്റാരെങ്കിലും ചെയ്യട്ടെ, എനിക്ക് സമയമില്ല, എനിക്ക് മറ്റു കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലാണോ ഞാൻ നിങ്ങളുണ്ടായിരിക്കുന്നത്? പ്രിയമുള്ളവരുടെ സുപ്രസാദ കാലം, രക്ഷാദിവസം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്താൽ നീ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ നിന്റെ ആത്മാവിനെ അനുഭവിക്കും. ദൈവസന്നിധിയിലെ ന്യായവിസ്താര സഭയിൽ ഈ പ്രവൃത്തികൾ നിന്നെ സാക്ഷ്യം വിളിക്കും. ആ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരെ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ട ദൈവരാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. ചെയ്യേണ്ട കാര്യം ചെയ്തില്ല എങ്കിലോ നിത്യാഗ്നിക്ക് ഇരയായിത്തീരും. ഇപ്പോൾ ഒരു അൽമായൻ എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും ജീവിക്കേണ്ടവനല്ല, വ്യക്തവും ശക്തവുമായ ഇടപെടലുകളിലൂടെ മുറിവേറ്റവന്റെ മുറിവിന് ആശ്വാസം പകരുന്നത് പോലെ ഒരു നല്ല അയൽക്കാരനെ പോലെ സമീപസ്ഥനാകുന്ന ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ. ഈ സമയം